നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന രണ്ടാം പാദ സെമി ഫൈനൽ പോരാട്ടത്തിൽ ഫ്രഞ്ച് കരുത്തരായ PSG കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ബൊറൂസിയ ഡോർട്ട്മുണ്ടാണ് എതിരാളികൾ. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 PSG മൈതാനമായ പാർക്ക് ഡെസ് പ്രിൻസസിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക. ആദ്യപാദ മത്സരത്തിൽ PSG ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഫൈനലിൽ പ്രവേശിക്കണമെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയം PSG സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ആദ്യ പാദത്തിൽ സൂപ്പർ താരം കിലിയൻ എംബപ്പയ്ക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്നത്തെ മത്സരത്തിന് മുന്നോടിയായി ചില കാര്യങ്ങൾ PSG പരിശീലകനായ ലൂയിസ് എൻറിക്കെ പറഞ്ഞിട്ടുണ്ട്. വേൾഡ് സ്റ്റാർ ആണെങ്കിൽ പോലും ഡിഫെൻഡ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എംബപ്പയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എൻറിക്കെ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മത്സരത്തിൽ ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഡിഫൻസിനെ സഹായിക്കാൻ അറ്റാക്കേഴ്സിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അവരുടേതായ ഭാഗം ഭംഗിയാക്കണം. വേൾഡ് സ്റ്റാർ താരങ്ങൾ പോലും ഡിഫൻസിനെ സഹായിക്കേണ്ടതുണ്ട്. എനിക്ക് ആകെ ഒരു ഫ്രഞ്ച് വാക്ക് മാത്രമാണ് അറിയുക. ഞങ്ങൾ വിജയിക്കാൻ പോകുന്നു എന്നാണ് ആ വാക്കിനർത്ഥം. ഞങ്ങൾ മികച്ച ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ എപ്പോഴും റെഡിയാണ്. ഞങ്ങളെ ഒന്നും തന്നെ ബാധിച്ചിട്ടില്ല. ഒരു മികച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുക. ഇതാണ് ലൂയിസ് എൻറിക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സ്വന്തം മൈതാനത്ത് നടക്കുന്ന മത്സരത്തിൽ വിജയം നേടാൻ കഴിയുമെന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് ഇപ്പോൾ PSG താരങ്ങൾ ഉള്ളത്. കഴിഞ്ഞ ബാഴ്സക്കെതിരെയുള്ള ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ഒരു അസാധാരണമായ തിരിച്ചുവരവ് നടത്തിക്കൊണ്ടായിരുന്നു PSG സെമി ഫൈനൽ യോഗ്യത കരസ്ഥമാക്കിയിരുന്നത്. അത് ഇവിടെയും ആവർത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ കിലിയൻ എംബപ്പയും സംഘവും ഉള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.